അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് ആണ്. മനുഷ്യനിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്സ് ഹോർമോണുകളുടെ കോമ്പിനേഷനാണ് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത് സൈഗോട്ടിൽ നിന്നാണ്. ഈ സൈഗോട്ട് ഫോം ചെയ്യുന്നത് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടെ കൂടിച്ചേർന്നിട്ടാണ്, സ്പേമും എഗും കൂടെ കൂടിച്ചേർന്നിട്ടാണ്. ഈ ഗമേറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അതിന് നേർപകുതിയേ ഉണ്ടാവുള്ളൂ, സാധാരണയുള്ള ക്രോമസോമിൻ്റെ നേർപകുതിയേ ഉണ്ടാവുള്ളൂ. ഓവ അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഐറ്റമേ ഉള്ളൂ. അത് കണ്ട 22 ഓട്ടോസോംസ് ഉണ്ടാവും, ഒരു സിംഗിൾ എക്സ് ക്രോമസോമും ഉണ്ടാവും. അതേസമയം സ്പേം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് 22 ഓട്ടോസോംസ് ഉണ്ടാവും, അതിലൊരു എക്സ് ക്രോമസോം ഉണ്ടാവും. അല്ലെങ്കിൽ 22 ഓട്ടോസോംസ് ഉണ്ടാവും, അതിൽ ഒരു വൈ ക്രോമസോംസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ എക്സ് ഉള്ള സ്പേം എഗ്ഗുമായി ഫ്യൂസ് ചെയ്യാണ്. ഒരു എക്സ് ഉള്ള സ്പേം ഒരു ഫീമെയിൽ ഗമേറ്റുമായി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആവും അല്ലേ. ഈ എക്സ് എന്ന് പറയുന്നത് ഫീമെയിലാണ്, 2x ക്രോമസോം എന്ന് പറയുന്നത് ഫീമെയിലാണ്. ഇനി വൈ ഉള്ള ഒരു സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ് വൈ ആവും. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൽ ക്രോമസോമാണ്. മനസ്സിലായോ? അതായത് സെക്സ് ക്രോമസോമിൽ XX എന്ന് പറയുന്ന ക്രോമസോമുകളാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. അതിൽ XX എന്ന് പറയുന്നത് ഫീമെയിലാണ്, XY എന്ന് പറയുന്നത് മെയിലാണ്. അപ്പം ഇതിൽ XX ഒരു എക്സ് ഫീമെയിലാണ്, ഫീമെയിലിൻ്റെ എക്സ് ഫിക്സഡ് ആണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. അതേസമയം മെയിലിൻ്റെ ഒന്നുകിൽ എക്സ് ആവാം അല്ലെങ്കിൽ വൈ ആവാം. മെയിലിൻ്റെ എക്സും ഫീമെയിലിൻ്റെ എക്സുമാണ് കൂടിച്ചേരുന്നതെങ്കിൽ XX എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആയിരിക്കും, പെൺകുട്ടി ആയിരിക്കും. അതേസമയം മെയിലിൻ്റെ വൈയും ഫീമെയിലിൻ്റെ എക്സും ആണെങ്കിൽ XY എന്ന് പറയുന്നത് ഒരു മെയിലായിരിക്കും, ആൺകുട്ടിയായിരിക്കും. അതായത് ഈ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നതിൽ ഫീമെയിൽസിന് യാതൊരു റോളും ഇല്ല എന്നർത്ഥം. മെയിൽ ഗമേറ്റ് ആണ്, സ്പേം ആണ് ഫിക്സ് ചെയ്യുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ ആൺകുട്ടികളില്ലെങ്കിൽ ഭാര്യമാരെ ഒഴിവാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് അന്നൊക്കെ ചിന്തിച്ചിരുന്നത് ഇത് സ്ത്രീകളിൽ നിന്നാണ് ഈ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നതെന്നാണ്. ശരിക്കും പുരുഷന്മാരിലുള്ള ബീജമാണ് ഈ സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത്. അതിന് എക്സും വൈയും ഉണ്ടാവും. അതിൽ എക്സ് ഫീമെയിലിൻ്റെ എക്സുമായിട്ട് ഫ്യൂസ് ചെയ്ത പെൺകുട്ടിയായിരിക്കും, അതേസമയം വൈ ആണ് ഫീമെയിലിൻ്റെ എക്സുമായി ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആൺകുട്ടിയായിരിക്കും ഉണ്ടാവാം. സാധാരണഗതിയിൽ നമുക്ക് ഈ പ്രീനാറ്റൽ സ്കാനിങ്ങുകളുണ്ട് അല്ലേ. പ്രസവത്തിന് മുമ്പായിട്ട് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ തവണ സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫീറ്റസിൻ്റെ ഡെവലപ്പിംഗ് എംബ്രയോൻ്റെ അവസ്ഥ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. എന്നാൽ അതിൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നിയമം പോലെ നിരോധിച്ചിരിക്കുകയാണ്. കാരണം പെൺകുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ജാഹ്ലിയ കാലം, അതായത് അതിപുരാതന കാലത്തൊക്കെ പെൺകുട്ടികളുണ്ടെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പെൺകുട്ടികളെ ജനിക്കാൻ പോലും അനുവദിക്കാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഭ്രൂണഹത്യ കുറ്റകരമാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ സ്കാനിങ് സെൻ്ററുകൾക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്തിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടി കഴിയും, പക്ഷെ അത് നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ഹെറിഡിറ്റി ഡിസോർഡേഴ്സ് ആണ്. എന്താണ് ഹെറിഡിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ? ഹെറിഡിറ്റി ഡിസോർഡേഴ്സിന് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് കൂടെ പറയാറുണ്ട്. ജനറ്റിക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ജനിച്ചതിന് ശേഷം വരുന്നതല്ല, മാതാപിതാക്കളുടെ ജീനിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഡിസോർഡറുകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഹെറിഡിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതി നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ജീനിലൂടെയാണ് കിട്ടുന്നത്. ചില സമയത്ത്
ഈ ജീന് ഒന്നുകിൽ മ്യൂട്ട് ചെയ്യും, എന്തെങ്കിലും അതിൻ്റെ ചില മ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാലോ ലൈവ് ആയിരിക്കും, പക്ഷേ ആ കുറച്ച് സമയം അതിൻ്റെ ഫങ്ഷൻസ് ചെറുതായിട്ട് സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വേറെ എന്തെങ്കിലുമൊക്കെ അതിന് ചേഞ്ചുകൾ വരും. ഇങ്ങനെ ചേഞ്ചുകൾ വരുന്ന ഒന്നുകിൽ ഗമേറ്റിലോ അല്ലെങ്കിൽ സൈഗോട്ടിലോ ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാം. അപ്പം ഇങ്ങനെ മ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ജീനുകൾ നോർമൽ ആയിക്കൂല. അപ്പോൾ നോർമൽ അല്ലാത്ത ഈ ജീനുകൾ ഡിഫക്റ്റീവ് ആയിക്കും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരാം. ഈ ഡിഫക്റ്റീവ് ജീന് ഒന്നുകിൽ അമ്മയിൽ അല്ലെങ്കിൽ അച്ഛനിൽ, ഫ്രാറ്റാണെങ്കിൽ മദർ ഇങ്ങനെ രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ അച്ഛൻ്റെ ജീനിലാവാം അല്ലെങ്കിൽ അമ്മയുടെ ജീനിലാവാം. മാത്രമല്ല ഈ ജീനുകൾ ഒന്നുകിൽ ഡൊമിനൻ്റ് ആവാം അല്ലെങ്കിൽ റെസസീവ് ആവാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏത് ജീനാണെങ്കിലും ഏത് ക്രോമസോം ആണെങ്കിലും അതിന് ഒരു മെയിൽ പാർട്ടും ഒരു ഫീമെയിൽ പാർട്ടും ഉണ്ടാവും. രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഒരു പുതിയ കുട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക ജീന്, ആ ജീനിൽ അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ്റെ ജീന് ആക്റ്റീവാണ്, നോർമലാണ്. എന്നാൽ അമ്മയുടെ ജീനിന് ചെറിയ പ്രശ്നമുണ്ട്, അത് ചെറിയൊരു ഡിസോർഡർ ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ അച്ഛൻ്റെ ജീന് അമ്മയുടെ ജീനിനെ മാസ്ക് ചെയ്യാം. അപ്പോൾ കുട്ടിയിൽ ഈ ഡിസോർഡർ നമുക്ക് കാണാൻ കഴിയില്ല. മനസ്സിലായല്ലേ? അമ്മയുടെ ജീനും അച്ഛൻ്റെ ജീനും കൂടെ വരുന്ന സമയത്ത് അച്ഛൻ്റെ ജീൻ അമ്മയുടെ ജീൻ മാസ്ക് ചെയ്യാം. അപ്പോൾ ഈ ഡിസോർഡർ ഉള്ള ജീനിനെ ഡിസോർഡർ ഇല്ലാത്ത ജീനങ്ങ് മറച്ചു വെക്കും. സ്വാഭാവികമായിട്ട് ഇത് ഡൊമിനൻറ്റും മറ്റേത് റെസസീവായി മാറും. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇനി രണ്ട് ജീനും ഒരേ സമയം ഡിഫക്റ്റീവ് ആവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഈ ഡിഫക്റ്റീവ് പെയർ ഓഫ് ജീൻസ് ഓഫ് സ്ട്രിങ്ങിൽ വരും. ഇതൊരു അപകടകരമായ എഫക്റ്റ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒന്ന് ഡിഫക്റ്റീവും ഒന്ന് നോർമലും ആണെങ്കിൽ ഈ ഡിഫക്റ്റീവ് എന്ത് ചെയ്യാം? നോർമലിനെ മാസ്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങൾ വരില്ല. ഒന്ന് ഡൊമിനൻറ്റും ഒന്ന് റെസസീവും ആണെങ്കിൽ ഡൊമിനൻ്റ് ഏതാണോ അതായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ പോകും. എന്നാൽ രണ്ടും ഒരു ഡിസോർഡറുള്ള രണ്ട് ജീനുകളാണ് വരുന്നതെങ്കിൽ, പെയർ ഓഫ് ജീന് രണ്ടും ഡിസോർഡറുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അത് കുട്ടിയെ ബാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മൾ ഹെറിഡിറ്റി അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർമൽ മദർ, ഈ ചിത്രത്തിൽ കാണും പാരൻസ് ആണ് നോർമൽ മദർ, നോർമൽ ഫാദർ. ഓക്കെ. അപ്പോൾ ഒന്ന് ഡിഫക്റ്റീവ് ജീന് മാസ്ക്ഡ് ആണ്, പ്ലസ്സും മൈനസും കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ പ്ലസ്സും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ നോർമൽ കിട്ടും. ഓക്കെ. ഇനി പ്ലസ്സും മൈനസും കൂടെ വരികയാണെങ്കിലും അത് നോർമലാകും. കാരണം എന്ത് ചെയ്യും? ഈ പ്ലസ് മൈനസിനെ മാസ്ക് ചെയ്യും. അതേപോലെ മദറിൻ്റെ പ്ലസ്സും ഫാദറിൻ്റെ മൈനസ് ആണെങ്കിലും ഫാദറിൻ്റെ പ്ലസ് മദറിൻ്റെ മൈനസ് ആണെങ്കിലും അത് മാസ്ക് ചെയ്യപ്പെടും. എന്നാൽ രണ്ടിൽ നിന്നും മൈനസ് മാത്രം വരികയാണെങ്കിൽ രണ്ടിലും ഡിഫക്റ്റീവ് ജീന് മാത്രമാണ് ഇതിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടത് അബ്നോർമൽ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡറിന് കാരണമാവും. ഓക്കെ. പലതരം ഹെറിഡിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതിൽ ചില സമയത്ത് ഡിഫക്റ്റീവ് ജീന് മാത്രം ഡൊമിനൻ്റ് ആയിട്ട് വരിക. ഓക്കെ. അല്ലെങ്കിൽ രണ്ട് റെസസീവ് ജീന് ഇതേപോലെ ഡിഫക്റ്റുള്ളതായിട്ട് വരാം. ഇങ്ങനെ വരുന്ന കേസിലൊക്കെ ഈ കണ്ടീഷൻ ജനറ്റിക് ഡിസോർഡേഴ്സ് വരാം. ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ജീൻ തെറാപ്പി പോലുള്ള ടെക്നിക്കൊക്കെ നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിഫക്റ്റീവ് ജീനിനെ കണ്ടെത്തിയിട്ട് അതിനെ റിമൂവ് ചെയ്ത് നല്ല നോർമൽ ജീൻ റീപ്ലേസ് ചെയ്യുന്ന ജനറ്റിക് തെറാപ്പികളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇതിൽ കണ്ടുവരുന്ന ചില ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്ന് തലാസേമിയ. ഓക്കെ. പേഷ്യൻറ്റ് സഫറിങ് ഫ്രം ദിസ് ഡിസോർഡർ ആർ അണേബിൾ ടു മാനുഫാക്ചർ ഹീമോഗ്ലോബിന് നമ്മളെ രക്തത്തിലെ റെഡ് പിഗ്മെൻ്റ് ആണ്, നമുക്കറിയാം. ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ബ്ലഡിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനാണ് ഈ തലാസേമിയ എന്ന് പറയുന്ന രോഗം ബാധിക്കുക. ഈ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ജീനും എന്ത് ചെയ്യുക? ഡിഫക്റ്റീവായി പോവുക. അപ്പോഴാണ് ഈ രോഗം വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? നിലനിൽക്കണമെങ്കിൽ, അവർക്ക് ജീവിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും.
അതായത് ഹീമോഫീലിയ, നമ്മൾ സാധാരണ കേട്ടുള്ള ഒരു രോഗമായിരിക്കും ഹീമോഫീലിയ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പോൾ ഹീമോഫീലിയ ഉള്ള ആൾക്ക് പിന്നെ അയാളുടെ ജീനെന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ജീനാണെന്ന് മനസ്സിലാവാം. ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ മുറിവുണ്ടായാൽ ആ മുറിവിലൂടെ ബ്ലഡ് അങ്ങനെ പോയിട്ട് ആൾ മരിച്ചു. അപ്പോൾ നമുക്കൊരു ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ക്ലോട്ട് ചെയ്യും അല്ലേ, ബ്ലഡ് ക്ലോട്ട് ചെയ്യും, പിന്നെ അതിലൂടെ ബ്ലഡ് ഫ്ലോ നിന്ന് പോകും. എന്നാൽ ഈ രോഗമുള്ള ആളുകൾക്ക് മുറിവായ ബ്ലഡ് അങ്ങനെ പോയിട്ട് തീരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ യുദ്ധത്തിൽ ഒക്കെ മുറിവേറ്റാലൊക്കെ പെട്ടെന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു പാരമ്പര്യമായിട്ട് വരുന്നൊരു രോഗമാണ്. പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ബ്രിട്ടീഷ് രാജകുടുംബങ്ങളിൽ ഈ രോഗം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് റോയൽ ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. മറ്റൊന്ന് കളർ ബ്ലൈൻഡ്നെസ് ആണ്. പല രീതിയിലുള്ള കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെടുന്ന ബ്ലൂ കളർ ഗ്രീൻ കളറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ്. ബ്ലൂവും ഗ്രീനും ഒരേപോലെ തന്നെ ഫീൽ ചെയ്യുക. ഏതാണ് ബ്ലൂ ഏതാണ് ഗ്രീൻ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ. ഇത് ഡിഫക്റ്റീവ് ജീനുണ്ടാവും, അല്ലെങ്കിൽ ജീനിൽ തന്നെ മൊത്തത്തിൽ ജീൻ മിസ്സാവുന്നത്, കളർ വിഷനുമായി ബന്ധപ്പെട്ട ജീനിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതും കുറേ ആളുകളിൽ കണ്ടുവരുന്നൊരു ഡിഫക്റ്റാണ്. ഇതിൽ 2 രോഗങ്ങൾ, ഹീമോഫിലിയ അതേപോലെ കളർ ബ്ലൈൻഡ്നെസ്, ഈ 2 പ്രശ്നങ്ങളും X ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ജീനിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ അമ്മയിൽ നിന്ന് ആൺകുട്ടികളിലേക്കാണ് പകരാറുള്ളത്. അമ്മയിൽ നിന്ന് ഈ റെസസീവായിട്ടുള്ള X ക്രോമസോം കിട്ടും, അച്ഛനിൽ നിന്ന് Y ക്രോമസോമും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിൽ X ക്രോമസോമിലുള്ള ഈ ഡിഫക്റ്റ് മാസ്ക് ചെയ്യാൻ Y ക്രോമസോം ആയതുകൊണ്ട് അതിന് എന്തുണ്ടാവില്ല, ഈ ജീൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ X ക്രോമസോം പ്രൊമിനൻ്റ് ആയിട്ട് വരും. സ്വാഭാവികമായിട്ട് ആൺകുട്ടികളിലാണിത് കണ്ടെത്തുന്നത്. അതേസമയം മകളിലാണെങ്കിലോ അമ്മയിൽ നിന്നുള്ള X ക്രോമസോം ഉണ്ടാവും, അതേപോലെ അച്ഛനിൽ നിന്നുള്ള X ക്രോമസോം ഉണ്ടാവും. ഈ അച്ഛനിൽ നിന്നുള്ള X ക്രോമസോം എന്ത് ചെയ്യും, ഈ അമ്മയിൽ നിന്നുള്ള X ക്രോമസോമിനോട് ഡിഫക്റ്റിനെ മാസ്ക് ചെയ്യും. സ്വാഭാവികമായിട്ട് ഈ രോഗം പെൺകുട്ടികളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ആൺകുട്ടികളിലാണ് ഈ രോഗം സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പോൾ ഈ ജനറ്റിക് ഡിസോർഡർ, അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ജനറ്റിക് ഡിസോർഡറുകൾ വരും. ഇതൊക്കെ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, അടുത്ത കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കരുതെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബങ്ങളിലുള്ള ആളുകളുടെ ജീനുകളൊക്കെ ഏകദേശം ഒരേ സാമ്യതയുള്ള ജീനുകളായിരിക്കും. അപ്പോൾ ഈ ഡിസോർഡറുള്ള ജീൻ തന്നെ ആയിരിക്കും അച്ഛനും അമ്മക്കും വരിക. വളരെ അടുത്ത കുടുംബത്തിനാകുമ്പോൾ ഈ ഡിസോർഡറുള്ള ജീനുകൾ എല്ലാവർക്കും ഈ ഡിസോർഡർ ഉണ്ടാവും. അപ്പോൾ ഈ 2 ഡിസോർഡറുള്ള ജീനും കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് പ്രശ്നം വരാം. അതുകൊണ്ടാണ് അടുത്ത കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കരുതെന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത്. പല രീതിയിൽ നമ്മളിപ്പോൾ ഇതിന് പല പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പല മാറ്റങ്ങളും നമ്മൾ വരുത്താറുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിങ്ങും ഹ്യൂമൻ ജീനോമൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അടുത്ത സെമസ്റ്ററിൽ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നോക്കാം. ജനറ്റിക് കൗൺസിലിംഗ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്